മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ്റെ കാൽവിരലുകൾ ചലിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ മഹാലക്ഷ്മി തോമസ് വൈദ്യരെ കാണാൻ പോകുമ്പം വൈദ്യർ മഹാലക്ഷ്മിക്ക് ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് കണ്ണൻ്റെ ഇടതുകാലിൻ്റെ വിരലുകൾ ചലിക്കാൻ തുടങ്ങി എന്ന് മറ്റുള്ളവർ അറിഞ്ഞാലും വേണ്ടിയില്ല, പക്ഷേ നട്ടലിന് സ്വാധീനം കിട്ടിയെന്നുള്ള കാര്യം ഒരു കാരണവശാലും ശത്രുക്കളും മറ്റാരും അറിയാൻ പാടില്ല. ഇപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട സമയമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങളായിട്ട് മറ്റാരുടെയും പറയത്തില്ല, പിന്നെ മാർക്കോയും അനന്തുവിൻ്റെ കുടുംബത്തിനും മാത്രമേ ഈ കാര്യങ്ങൾ അറിയാവൂ, അതുകൊണ്ട് തന്നെ ഈ കാര്യം പുറത്ത് ലീക്കാവത്തില്ല എന്നൊക്കെ പറയുമ്പോൾ തോമസ് വൈദ്യർ പറയുന്നുണ്ട്, കണ്ണൻ്റെ കാൽവിരലുകൾ ചലിച്ച കാര്യവും കണ്ണൻ എണീറ്റ് നടക്കുന്ന കാര്യവും മറ്റൊരാൾ കണ്ടു. അപ്പം ഞെട്ടിക്കൊണ്ട് മഹാലക്ഷ്മി ചോദിക്കുന്നു, അതാരാ? മേഘനെങ്ങാണാണോ? മേഘനല്ല, സാഗറാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. പണ്ടയാൾ തങ്ങളോട് ചെയ്ത ചതിയെ ഓർത്ത് കണ്ണനും മഹാലക്ഷ്മിയും പൂർണ്ണമായിട്ട് സാഗറിനെ അങ്ങനെ വിശ്വസിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പേടിച്ചിരിക്കുന്ന മഹാലക്ഷ്മിയോട് തോമസ് സാറ് പറയുന്നുണ്ട്, എന്തായാലും അവൻ വഴി ഇത് പുറത്തു പോകത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അയാൾക്ക് നല്ല മാറ്റമുണ്ട്, താൻ പേടിക്കണ്ട. അഥവാ അവൻ മുഖേന കണ്ണന് നടക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിശ്വസിക്കാൻ കൊള്ളാത്തവനാ സാഗറെന്ന് അറിയാൻ പറ്റുമല്ലോ. എൻ്റെ വിശ്വാസം സാഗറായിട്ട് ഈ കാര്യം മറ്റാരുടെയും പറയില്ല. അവൻ്റെ മാറ്റം സത്യസന്ധമാണെന്നാണ്. എന്നാലും അവനെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല സാറേ. അവൻ്റെ പഴയകാല ചരിത്രങ്ങൾ ഏകദേശം പറഞ്ഞിട്ടില്ലേ? എനിക്കറിയാമെന്ന് തോമസ് സാറും പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ കരുണയും മുത്തശ്ശിയും ക്ഷേത്രത്തിൽ പോയി ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു, മറ്റൊരാൾക്ക് ദോഷം വരാനായിട്ട്. ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാത്തവർ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുന്നത്. അവൾക്ക് ദൈവിക ശക്തി ഉണ്ടായതുകൊണ്ട് അവളെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. ദൈവങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ ജീവൻ ഇല്ലാതാക്കുക എന്നതാണ് മുത്തശ്ശിയുടെയും കരുണയുടെയും ലക്ഷ്യം. നല്ല മനസ്സോടെ നല്ലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇത് നല്ല ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ദൈവങ്ങൾ ഇവരുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. ദൈവമായിട്ട് തന്നെ ആയിരിക്കും തിരിച്ചടി കൊടുക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ ചെന്ന് പറയാൻ പാടില്ലാത്ത വർത്താനമാണ് മുത്തശ്ശി പറയുന്നത്. ആ മഹാലക്ഷ്മി അവളുടെ കെട്ടിയവനും മുടിഞ്ഞു പോണേന്ന്. അന്നേരം കരുണ പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നാണ്. ഇന്ന് അമ്പലത്തിൽ നിന്ന് കഴിപ്പിക്കുന്ന പാൽപ്പായസത്തിലാണ് വിഷം കലർത്താൻ പോകുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും മംഗളമാക്കി നടത്തി തരണേന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാത്ത കരുണ ക്ഷേത്രത്തിൽ പോയി മനസ്സുരുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തു വന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഈ പായസം അകത്ത് ചെല്ലുന്നതോടെ മഹാലക്ഷ്മി തീരും. അങ്ങനെ കിനാവുകളൊക്കെ കണ്ട് അവർ രണ്ടാളും പോകുന്ന സമയത്ത് നമ്മുടെ ദേവി മുത്തശ്ശി അവിടെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ട്. എന്തായാലും ദേവി മുത്തശ്ശിയായിട്ട് ഇതിനൊരു തിരിച്ചടി കൊടുക്കും. മിക്കവാറും ആ പായസം കുടിക്കുന്നത് കരുണ തന്നെയായിരിക്കും. കരുണയുടെ അഹങ്കാരവും തീരും, അവളുടെ കുഞ്ഞ് എന്നുള്ള സ്വപ്നവും ഇല്ലാതാകും. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിക്കും ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നറിയുമ്പോഴായിരിക്കും ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പരിണിത ഫലമാണ് തങ്ങൾക്കൊരു കുഞ്ഞു ജീവൻ കിട്ടാതായി പോയതും ഇനി കിട്ടാതിരിക്കുന്നതും എന്നൊക്കെ തിരിച്ചറിയുന്നത്. അപ്പോൾ കാത്തിരിക്കാൻ ആ എപ്പിസോഡുകൾക്കായിട്ട്.